ഇനി താങ്കളുടെ കാപട്യം നിറഞ്ഞ ബഹറിനെ പരിചയപ്പെടുത്തിയ താങ്കളുടെ സ്തുതിപാഠകന്മാർ ഒന്ന് കേൾക്കട്ടെ. താങ്കൾ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ലൈംഗിക ആരോപണമുണ്ടായപ്പോൾ അന്നൊരിക്കൽ താങ്കൾ വാചാലനായത് കേരള ജനതയും ഒന്ന് കേൾക്കട്ടെ. വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ വ്യഭിചരിക്കുന്നതായി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അത് ചെയ്യുന്നതായി നേരിട്ട് സാക്ഷികൾ 4 ആളും കണ്ടിരിക്കണം, തന്നെ കാണണം, അങ്ങനെ തന്നെ കണ്ടിരിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം, വളരെ ആലോചിക്കണം. എല്ലാവരും ചിന്തിക്കണം. വ്യഭിചാരം വളരെ നാശമാണ്, എന്നാൽ അതുപോലെ നാശമാണ് വ്യഭിചാരം പറയൽ. അത് വളരെ നാശം. ഇനി പറയുന്നവർ തന്നെ അത് അങ്ങാടി പറയാൻ പാടില്ല, ഹാക്കിമിന്റെ മുന്നിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ. ഒരു കാര്യത്തെ പരസ്യമായി പറയുന്ന അള്ളാഹുവിനെ, ചീത്ത പരസ്യമായി പറയുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ല. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്തൊരു കോമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. വളരെ ചിന്തിക്കണം. മര്യാദകൾ റമദാൻ മാസത്തിൽ അവനവന്റെ അമല് പാത്തിലാക്കാൻ നടക്കണ്ട. വളരെ ചിന്തിച്ചോ, വളരെ ആലോചിച്ചോ, എല്ലാവരും ചിന്തിച്ചു കൊള്ളുക, എല്ലാവരും മനസ്സിലാക്കി കൊടുക്കുക. 7 വൻകുറ്റങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വ്യഭിചാരത്തെ എന്ന് പറഞ്ഞ്, വ്യഭിചാരം വലിയ കുറ്റാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞത് വ്യഭിചാരമല്ല, പിന്നെയോ വ്യഭിചാര ആരോപണമാണ്, വ്യഭിചാര ആരോപണമാണ്. വളരെ ചിന്തിക്കണം. അറിഞ്ഞാൽ പോലും പറയാൻ പാടില്ല. പറയാം ഹാക്കിമിന്റെ മുന്നിൽ. സ്ഥിരപ്പെടാത്ത കാലത്തോളം അത് പറയുന്ന ആളുകളെ 80 അടി അടിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. ഇത് പറഞ്ഞെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ നാട്ടിൽ പാടുന്ന പാട്ട് പാടരുത്. ഏതോ തമ്മാടികൾ പറഞ്ഞുണ്ടാക്കണേ നിങ്ങൾ ഏറ്റു പറയാൻ പാടില്ല. എന്ന പരിധിയിൽ ഇന്നത്തെ എല്ലാ പത്രക്കാരും വരും, എല്ലാ ചാനലുകാരും വരും. ഇവരൊക്കെ ഫാസിക്കാണ്, ഇവരൊക്കെ ഫാസിഖീങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഫാസിക്കാൻ ശരഈയായ മാനദണ്ഡം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവരൊക്കെ ഫാസിക്കിന്റെ പരിധിയിൽ വരുന്ന ആളുകൾ തന്നെയാണ്. അത്തരം ആളുകൾ പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വിശ്വാസികളെ വളരെ ആലോചിക്കണം. വ്യഭിചാരം വളരെ നാശമാണെങ്കിൽ വ്യഭിചാരത്തെ പോലെ വളരെ നാശമാണ് വ്യഭിചാര ആരോപണം. ആസിമി, താങ്കളുടെ നാവിനെ താങ്കൾ സൂക്ഷിക്കുക. താങ്കളുടെ സ്തുതിപാഠകന്മാരുടെ നാവുകളെ അവരും സൂക്ഷിക്കട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർക്കും സുന്നി ജനലക്ഷങ്ങൾക്കുമെതിരെ ലൈംഗിക ആരോപണം നടത്തുകയും അത് അസത്യധാരയിലൂടെയും കേരള നാടിലൂടെയും എഴുതി പ്രചരിപ്പിക്കുകയും ചെയ്തവരെ നിങ്ങളും സൂക്ഷിച്ചു. നിങ്ങളുടെ കണ്ണും കാതും കയ്യും നാവുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഇത് വളരെ ചിന്തിക്കണം. സാധനം വെറുതെ വെച്ചതല്ല ഇവിടെ. പിന്നെ കണ്ടില്ലേ, ഇത് തപ്പിച്ച രണ്ട് ആളുകൾ, ഇന്ന് അതിന്റെ പുറത്ത് ബലിഷ്ഠന്മാരായ 2 പല്ല്, അതിന്റെ ഉള്ളിൽ കൊണ്ടായിട്ടാണ് മൂപ്പരെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി. ഒന്ന് പാറാ മനുഷ്യ, എന്താ എവിടെ നോക്കിയിരിക്കണം? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ആലോചിക്കും. ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒന്ന് പാറാ മനുഷ്യ, ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒന്ന് പാറാ മനുഷ്യ, ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ചിന്തിച്ചോ. തമാശ പറയല്ല, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മനസ്സിലാകാത്തവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. ആലോചന ചിന്തിച്ചോ. ഇതിങ്ങനെ നിങ്ങളെ സെക്യൂരിറ്റി വെച്ച് എന്തോ വലിയഷ്ടന്മാരായ തടിച്ച 2 ചുണ്ട്, അതിന്റെ പുറത്ത് ഏറ്റവും ബലിഷ്ഠന്മാരായ 2 പല്ല്. പല്ല് എന്നാണ് ഏറ്റവും ശക്തമായ സാധന ശരീരത്തിലുള്ള. ഒരു യമനി ഉണ്ടായിരുന്നു, ഒരു വലിയ ടൈലർ വണ്ടിയൊക്കെ നാവുകൊണ്ട് വലിച്ചിരുന്ന ഒരു യമനി ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ശക്തിയുള്ള സാധനമാണ് പല്ല്. അതിന്റെ ഉള്ളിലാണ് നാവ്. നിങ്ങൾക്ക് കേൾക്കണം, ഒരു ഹദീസ് ഞാനാണ് പറഞ്ഞുതരാ.
ഒരു മനുഷ്യന്റെ ഇസ്ലാമിക സൗന്ദര്യം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നെറ്റിയിലല്ല വേണ്ടത്. അവൻ ഉറപ്പില്ലാത്ത വിഷയത്തിൽ അവൻ ബന്ധപ്പെടാതിരിക്കണം. അവനത് വിട്ടേക്ക് എനിക്കറിയൂല. ഹലാസ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം ഇവിടെ അല്ല. ഇവിടെ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. നാവ് കൊണ്ടിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുക. ഓരോരുത്തരും വലിയ വലിയ മഹാന്മാരായി നടക്കുക. ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നാവ് കൊണ്ടിട്ട് അങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കുക. ഓരോരുത്തരും വലിയ വലിയ മഹാന്മാരായി നടക്കുക. ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഒരു ബോധം ഇത് ഇവിടെ ശ്രദ്ധിക്കുക. അവൻ അത്യാവശ്യമില്ലാത്ത കാര്യം അവൻ ഒഴിവാക്കുക. എനിക്കതിനെ പറ്റി അറിയില്ല. ഈ കണ്ണും കാതും കയ്യും മുഴുവനും നാളെ ചോദ്യം ചെയ്യപ്പെടും. ചിന്തിക്കണം. ആയിഷ ബീവിയെ പറ്റി വരെ അപരാധം പറഞ്ഞ് പരത്തിയിട്ടുണ്ട് സമുദായം. അതിന്റെ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. ആ കാര്യം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ. എന്നിട്ട് കണ്ണ് പൊട്ടിപ്പോയി. ആർക്ക്? ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്തിന് റളിയല്ലാഹു. ആരാ ഹസ്സാൻ? മഹാന്മാരിൽ മഹാൻ. പക്ഷേ ഉമ്മുൽ മുഅ്മിനീനെ പറ്റി അനാവശ്യം പറഞ്ഞു പരത്തിയവരുടെ കൂട്ടത്തിൽ നിന്നു ഉണ്ടാക്കിയത് അദ്ദേഹമല്ല. ആ കൂട്ടത്തിൽ നിന്നു ആര്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളുടെ കണ്ണു നഷ്ടപ്പെട്ട കഥ താങ്കൾ പറയുമ്പോൾ എന്തേ താങ്കളുടെ അസത്യധാരക്കാരും കേരള നാടുകാരും സ്വന്തം കാഴ്ചശക്തിയെപ്പറ്റി പേടിക്കാത്തതോ? പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുരുത്തക്കേട് വലിയവർക്കും ഉണ്ടാകും. അവർ വലിയവരാണെങ്കിൽ പോലും. ഹസ്സാൻ വലിയ മഹാനാ. ഹസ്സാൻ വലിയ മഹാന. ആരാ ഹസ്സാൻ നിങ്ങൾക്കറിഞ്ഞുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രാർത്ഥിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നാവ് അനാവശ്യമായി ചെലവാക്കിയാൽ, നാവിനെ അനാവശ്യമായി എടുത്ത് പെരുമാറിയാൽ ആർക്കും ഉണ്ടാകും ആപത്ത്. ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. നാവ് അനാവശ്യമായി ചെലവാക്കിയാൽ, നാവിനെ അനാവശ്യമായി എടുത്ത് പെരുമാറിയാൽ ആർക്കും ഉണ്ടാകും ആപത്ത്. ആർക്കുണ്ടായി? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഹസ്സാനുണ്ടായി. വളരെ ചിന്തിക്കണം. വ്യഭിചാരോപണം, അച്ഛന്റെ ദുരാരോപണങ്ങൾ, വാക്കുകൾ, അതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന തിക്തമായ നാശങ്ങൾ വളരെ ഗൗരവമായി ഇത് ചിന്തിക്കണം. ഇങ്ങനെ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്നത്തെ കാലത്ത് വിശേഷിച്ചും ആളുകൾ ഇത് ഗൗരവമായി കണക്കിലെടുക്കണം. കാര്യമായി ഈ വിഷയം മനസ്സിലാക്കണം. ആർക്ക് പോലും സംഭവിച്ചു. ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രഗൽഭനാണ്. അദ്ദേഹം വലിയ മഹാനാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഹബീബിനെ കുറിച്ച് വളരെ പാട്ടുണ്ടാക്കിയ, കവിത ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം കാഴ്ച നഷ്ടപ്പെട്ടു. ഖുർആൻ പറയുകയും ചെയ്തു, ആവശ്യമില്ലാതെ നാവ് ചെലവാക്കിയാൽ ഈ ലോകത്തിന്റെ ശിക്ഷ ഉണ്ടാവും. ഇങ്ങോട്ട് പറയും. ഇത് പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. ആവശ്യമില്ലാതെ നാവ് ചെലവാക്കിയാൽ ഈ ലോകത്തിന്റെ ശിക്ഷ ഉണ്ടാവും. ആയിഷ ബീവി ചോദിക്കും, അയ്യു അദാബിൻ അശദ്ദു മിനൽ അമാ, കുരുടിനെക്കാളും വലിയ ശിക്ഷ എന്താ വരേണ്ടത്? ആർക്ക് വേണ്ടി? ആരെ കുറിച്ച് പറയും? ബഹുമാനപ്പെട്ട ഹസ്സാനെ കുറിച്ച് പറയും. റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. എന്തിനാ ഞാൻ പറഞ്ഞത്? ഈ കാര്യം പ്രധാനമായി ഞാൻ ഊന്നി പറഞ്ഞ എന്താ? ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ബുഹ്താൻ പറഞ്ഞ് പരത്തരുത്. പ്രത്യേകിച്ച് ഇത് വളരെ നാശം ഉണ്ടാക്കും. വ്യഭിചാരത്തെക്കാൾ നാശമാണ് വ്യഭിചാരോപണം. മനസ്സിലാക്കി. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്നറിയോ? ഇറച്ചി തിന്നാൻ കിട്ടിയ വിഷയത്തിൽ ആയിഷ ബീവിയെ പോലും വിട്ടിട്ടില്ല. ആര്? ഈ ഉമ്മത്ത്. ആയിഷ ബീവിയെ പോലും ഒഴിവാക്കിയില്ല. ആരാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ? പണ്ഡിതന്മാരുടെ പച്ചമാംസം കൊത്തിവലിക്കാൻ ശ്രമിക്കുന്ന കാപട്യത്തിന്റെ ബഹറിൽ മുങ്ങിയ നിങ്ങൾ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളുടെ ചരിത്രം പറഞ്ഞ് സ്വന്തം അണികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനു മുമ്പ് താങ്കളുടെ സ്വന്തം ശരീരത്തോട് ഒന്ന് ഓർമ്മപ്പെടുത്തുക. ജനങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ സ്വയം പേടിയുണ്ടാവാം. സ്വയം പേടില്ലാത്ത ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിയില്ല. അത് നടക്കൂല. ഓ മൗലവി, താങ്കളും താങ്കളുടെ അനുയായികളും നാവിനെ സൂക്ഷിച്ചു. അല്ലെങ്കിൽ താങ്കളും താങ്കളുടെ അനുയായികളും എത്തിച്ചേരുന്നത് എങ്ങോട്ടായിരിക്കും? നാം പഠിച്ചത് ആണുങ്ങളും പെണ്ണുങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുരുത്തക്കേട് വാങ്ങരുത്. എപ്പോഴും നാവ് സൂക്ഷിക്കേണ്ടതാണ്. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ നരകം ബാക്കിയാണ്. അറിയാത്ത വിഷയത്തിൽ ഞാൻ ബന്ധപ്പെടരുത്. എന്തുകൊണ്ട്? ഈ കണ്ണും കാലുമെല്ലാം അല്ലാഹുവിന്റെ